നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. അടുത്ത വേൾഡ് കപ്പ് അഥവാ 2026 വേൾഡ് കപ്പ് 3 രാജ്യങ്ങളിൽ വെച്ചുകൊണ്ടാണ് നടക്കുന്നത്. പ്രധാനമായും അമേരിക്കയാണ് അതിന് ആതിഥേയത്വം വഹിക്കുന്നത്. കൂടാതെ മെക്സിക്കോ, കാനഡ എന്നിവിടങ്ങളിൽ വെച്ചുകൊണ്ടും ഈ ഒരു മത്സരങ്ങൾ നടക്കുന്നുണ്ട്. അതിന് ശേഷം നടക്കുന്ന ഒരു വേൾഡ് കപ്പിന് ഒരു പ്രത്യേകതയുണ്ട്. എന്തെന്നാൽ ഫിഫ വേൾഡ് കപ്പ് തങ്ങളുടെ 100ാം വാർഷികം ആഘോഷിക്കുകയാണ്. അതായത് 1930 ആദ്യ വേൾഡ് കപ്പ് നടന്നിരുന്നത്. അതുകൊണ്ട് തന്നെ 2030 വേൾഡ് കപ്പ് ഗംഭീരമായി സംഘടിപ്പിക്കാൻ ഫിഫ ഇപ്പോൾ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായിക്കൊണ്ട് 6 രാജ്യങ്ങളാണ് 2030 ഫിഫ വേൾഡ് കപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത്. സൗത്ത് അമേരിക്കൻ രാജ്യങ്ങളായ അർജന്റീന, ഉറുഗ്വ, പരാഗ്വ എന്നിവിടങ്ങളിൽ വെച്ചുകൊണ്ട് കുറച്ച് മത്സരങ്ങൾ നടക്കുന്നുണ്ട്. പ്രധാനമായും സ്പെയിനാണ് ഇതിന് ആതിഥേയത്വം വഹിക്കുന്നത്. കൂടാതെ പോർച്ചുഗലും മൊറോക്കോയും ഉണ്ട്. 2030 വേൾഡ് കപ്പിലേക്കുള്ള സ്റ്റേഡിയങ്ങളുടെ ഒരുക്കങ്ങൾ ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. സ്പാനിഷ് ഫുട്ബോൾ ഫെഡറേഷൻ 11 സ്റ്റേഡിയങ്ങളെ ഇപ്പോൾ ഇതിലേക്ക് പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിലൊന്ന് റയൽ മാഡ്രിഡിന്റെ മൈതാനമായ സാന്റിയാഗോ ബെർണാബു ആണ്. ഫൈനൽ മത്സരം അവിടെ വെച്ച് സംഘടിപ്പിക്കാനുള്ള ഒരു ശ്രമങ്ങളും ഇപ്പോൾ സ്പാനിഷ് ഫുട്ബോൾ ഫെഡറേഷൻ നടത്തുന്നുണ്ട്. കൂടാതെ നിർദ്ദേശിക്കപ്പെട്ട സ്റ്റേഡിയങ്ങളിൽ ഒന്ന് ക്യാമ്പ് നൗ ആണ്. അതേസമയം സ്പെയിനിലെ ഏറ്റവും വലിയ 4ാമത്തെ സ്റ്റേഡിയമായ വലൻസിയയുടെ മെസ്റ്റയെ ഇവർ പരിഗണിച്ചിട്ടില്ല. അതോടൊപ്പം സെവിയ്യ, മലാഗ, റയൽ സോസിഡാഡ്, അത്ലറ്റിക് ക്ലബ്ബ്, ലാസ് പാൽമസ്, എസ്പെനോൾ എന്നിവരുടെ സ്റ്റേഡിയങ്ങളൊക്കെ ഈ ഒരു ലിസ്റ്റിൽ ഇടം നേടിയിട്ടുണ്ട്. 6 രാജ്യങ്ങളിലുമായി ഏകദേശം 45 സ്റ്റേഡിയങ്ങൾ ഈ ഒരു വേൾഡ് കപ്പിന് ആതിഥേയത്വം വഹിക്കും എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. നിലവിലുള്ള 6 സ്റ്റേഡിയങ്ങൾ അപ്ഗ്രേഡ് ചെയ്യുന്നതിനോടൊപ്പം കൂടി ഒരു പുതിയ സ്റ്റേഡിയം കൂടി നിർമ്മിക്കാൻ മൊറോക്കോ ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. ഏതായാലും ഏറ്റവും വിപുലമായ രീതിയിലായിരിക്കും 2030 വേൾഡ് കപ്പ് ഫിഫ സംഘടിപ്പിക്കുക. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.